ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. കുഞ്ഞിന് പാല് വല്ലോ മാറിയാണോ കൊടുത്തതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ അല്ലെന്ന് മീനാക്ഷി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കൺസൾട്ടേഷന് വേണ്ടി ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിയിരിക്കുന്ന വൈശാഖിനെയും മൈഥിലിയുമാണ്. എന്താ കാര്യമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എൻ്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞ് 1.5 മാസമായെന്നും ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്നും വൈശാഖ് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇതൊന്നും ഞങ്ങൾ ചെയ്തു തരില്ലെന്ന് ഡോക്ടർ പറയുന്നു. ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനുള്ള മരുന്നൊക്കെയുണ്ട്. പക്ഷേ 3 മാസമെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കണം. ഞാനെന്താണെങ്കിലും നിങ്ങൾക്കത് തരില്ലെന്നും ഡോക്ടർ പറയുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട് ഡോക്ടറെ എന്ന് മൈഥിലി പറയുന്നു. അത് കുഞ്ഞിന് പാല് കൊടുക്കാത്തത് കൊണ്ടാ പെയിനൊക്കെ ഉണ്ടാകുന്നത്. അതിന് കുട്ടി ഇപ്പൊ ഇല്ല ഡോക്ടർ, കുട്ടി മരിച്ചുപോയെന്ന് വൈശാഖ് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മൈഥിലി. സോറി, ഞാനത് അറിഞ്ഞിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യാം, വല്ല ഓർഫനേജിലും പോയി മുലപ്പാൽ ദാനം ചെയ്യാം. പക്ഷേ ഞാൻ എന്താണെങ്കിലും മരുന്ന് തരില്ല. ഇത് കേൾക്കുന്ന വൈശാഖ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ മൈഥിലിയും പിന്നാലെ പോകുന്നു. വൈശാഖെ, നീ എന്ത് ദ്രോഹമാടാ ഡോക്ടറോട് പറഞ്ഞത്? എന്റെ കുഞ്ഞു മരിച്ചു പോയെന്നോ? ആ കുഞ്ഞ് ജനിച്ചാലും മരിച്ചാലും നിനക്കെന്താന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ നിന്റെ ഈ രീതി എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മൈഥിലി പറയുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രസ്റ്റ് ഫീഡിങ് നിർത്താനുള്ള ടാബ്ലറ്റ് എന്തെങ്കിലും ഫാർമസിയിലുണ്ടോ എന്ന് തിരക്കാം. ഞാനെങ്ങും വരുന്നില്ല, ഇനി അത് കഴിച്ച് ഞാൻ ഇല്ലാതാകുമെന്ന് മൈഥിലി പറയുമ്പോൾ ഞാൻ എന്താണെങ്കിലും പോയി തിരക്കിയിട്ട് വരാമെന്ന് വൈശാഖ് പറയുന്നു. തുടർന്ന് മൈഥിലി പറയുകയാണ്, ഇവനെയും കാർത്തിയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാർത്തി എന്ത് നല്ല മനുഷ്യനാ. അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലി പോകുമ്പോൾ കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിൽക്കുന്ന കാർത്തിയെയും മീനാക്ഷിയും മാലതിയെയും കാണുന്നു. അത് കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് മൈഥിലി. തുടർന്ന് ഒരു നേഴ്സ് വരുമ്പോൾ കാര്യം അന്വേഷിക്കുമ്പോൾ നേഴ്സ് പറയുകയാണ്, അത് ACPയുടെ ഫാമിലിയാ. കുഞ്ഞിന് പാല് മാറി കൊടുത്തതുകൊണ്ട് ഛർദില് മാറുന്നില്ല, അങ്ങനെ കൊണ്ടുവന്നതാ. ഇത് കേൾക്കുന്ന മൈഥിലി ഞെട്ടലോടെ നിൽക്കുകയാണ്. സിസ്റ്റർ, കുട്ടിക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ചില ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വരാനുണ്ടെന്നും നഴ്സ് പറയുന്നു. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ സാധിക്കുമോ? ഞാൻ ആ കുഞ്ഞിന്റെ അമ്മയാണെന്ന് മൈഥിലി പറയുമ്പോൾ ആ സിസ്റ്റർ ഡോക്ടറിന്റെ അടുത്തേക്ക് മൈഥിലിയെ കൊണ്ടുപോകുന്നു. ഞാൻ വൈകിയുടെ അമ്മയാണെന്ന് മൈഥിലി പറയുമ്പോൾ അമ്മയില്ലെന്നാണല്ലോ അവര് പറഞ്ഞതെന്ന് ഡോക്ടർ പറയുന്നു. അതേസമയം ഡോക്ടറുടെ ക്യാബിനിലേക്ക് വരുന്ന കാർത്തി മൈഥിലിയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. നിങ്ങളിപ്പോ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ കുട്ടിക്ക് വോമിറ്റിംഗ് ഉണ്ടാകാൻ കാരണക്കാരി ഞാനാണെന്ന് മൈഥിലി പറയുന്നു. ഞാനാണ് കുഞ്ഞിന് രഹസ്യമായി മുലപ്പാല് കൊടുത്തത്, അതുകൊണ്ടാ കുഞ്ഞിപ്പോ വോമിറ്റ് ചെയ്യുന്നതെന്നും മൈഥിലി പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി. അല്ല, നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുത്തപ്പോൾ ആ വളർത്തമ്മ തടഞ്ഞില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ എന്റെ മാനസികമായും ശാരീരികമായും ഉള്ള വിഷമം കൊണ്ട് അവൾ തടഞ്ഞില്ലെന്ന് മൈഥിലി പറയുന്നു. ഇതൊക്കെ കേൾക്കുന്ന കാർത്തി പറയുകയാണ്, അപ്പോൾ എന്നെ അറിയിക്കാത്ത പലതും എൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഡോക്ടറിന് എൻ്റെ കുഞ്ഞിനെ പെട്ടെന്ന് രക്ഷിക്കാനാകുമല്ലോ, അതാ ഞാൻ സത്യം പറയാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കുഞ്ഞിനൊന്നും പറ്റില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് ഡോക്ടർ പറയുമ്പോൾ മൈഥിലി അവിടെ നിന്ന് പോകുന്നു. അതേസമയം മൈഥിലി വരുന്നത് കണ്ട് മാറി നിൽക്കുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് കാഷ്വാലിറ്റിയുടെ മുമ്പിൽ ടെൻഷനോടെ നിൽക്കുന്ന മീനാക്ഷിയാണ്. രാമഭദ്രൻ മീനാക്ഷിയെ ആശ്വസിപ്പിക്കുന്നു. അതേസമയം മീനാക്ഷി സത്യമെല്ലാം വിളിച്ചു പറഞ്ഞ് ചെമ്പകനിലയത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് മാലതി. അതേസമയം കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയുടെ അടുത്തേക്ക് വരികയാണ്. കാർത്തിയുടെ വരവ് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് മീനാക്ഷിയും മാലതിയും. തുടർന്ന് മീനാക്ഷിയോട് തന്റെ ഒപ്പം വരാൻ പറഞ്ഞുകൊണ്ട് കാർത്തി മുന്നേ പോകുന്നു. എന്താ ACP എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ വൈഗമോൾക്ക് ഇന്ന് കൊടുത്ത പാല് ഏതായിരുന്നെന്ന് കാർത്തി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി പേടിയോടെ കാർത്തിയെ നോക്കുകയാണ്. പതിവായി കൊടുക്കുന്ന പാല് തന്നെയാ കൊടുത്തതെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇന്ന് കുഞ്ഞിനെ കാണാൻ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നിരുന്നോ എന്ന് കാർത്തി ചോദിക്കുന്നു. മീനാക്ഷി മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ കാർത്തി പറയുകയാണ്, എങ്കിലേ ഉത്തരം ഞാൻ തന്നെ പറയാം. ഇന്ന് ചെമ്പകമംഗലത്ത് ആ മൈഥിലി വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുകയാണ്, ACP എന്നോട് ക്ഷമിക്കണം, മൈഥിലി അവിടെ വന്നിരുന്നു. ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ പറയുകയാണ്, നീ ഒരു പക്ക ക്രിമിനൽ തന്നെയാ. നീ വീണ്ടും വീണ്ടും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞാൻ അറിയാതെ എന്റെ ശത്രുവിനെ എന്റെ വീട്ടിൽ വിളിച്ചു കയറ്റി, എന്നിട്ട് എന്റെ കുഞ്ഞിനെ അവളെ കൊണ്ട് നീ പാലൂട്ടിയല്ലേ? ACPയോട് ഒരിക്കലും കളവ് പറയരുതെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. നിന്നെ സഹായിച്ചത് ആരാ? മാലതിയമ്മായിയാണോ എന്ന് മീനാക്ഷിയോട് കാർത്തി ചോദിക്കുമ്പോൾ അല്ലെന്നും പാല് കൊടുത്തില്ലെങ്കിൽ അവര് മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാ സമ്മതിച്ചതെന്ന് മീനാക്ഷി പറയുന്നു. ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയുടെ കരണം പുകച്ച് ഒന്ന് കൊടുക്കുകയാണ്. മേലാൽ നിന്നെ എന്റെ മുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് മീനാക്ഷിയെ ആട്ടിപ്പായിക്കുകയാണ് കാർത്തി. കരഞ്ഞുകൊണ്ട് പോകുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.